നമസ്കാരം. നമ്മളെ ഓപ്ഷൻ ട്രേഡിംഗ് നിഫ്റ്റി എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, ഗംഭീരമാണ്. അപ്പം ചില ആളുകൾ നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് അവർ മെസ്സേജ് അയക്കും. അതായത് ഫീസ് എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മളവരടുത്ത് പറയും, നിങ്ങളെ ഫീസ് നമുക്ക് പിന്നെ സംസാരിക്കാം, നിങ്ങൾ ജോയിൻ ചെയ്യൂ, ട്രയലുണ്ട്, ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ ട്രയൽ നോക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാപിറ്റൽ ചോദിക്കും. അപ്പോൾ ഒരു 50,000 മുകളിൽ മിനിമം ക്യാപിറ്റൽ പറഞ്ഞാൽ നമ്മൾ സഹകരിക്കും. അപ്പോൾ ചിലർ 10,000 എന്ന് പറയും. പിന്നെ നമുക്കൊന്നും ആവില്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് ബിസിനസ് അല്ലേ, നമ്മൾ പിന്നെ അത് മൈൻഡ് ചെയ്യില്ല. മറിച്ച് അതിൻ്റെ മുകളിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് ഫീസ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ പല ആളുകളെയും നമ്മളിപ്പോൾ യൂട്യൂബ്സിലും പല സ്ഥലത്തും നമ്മൾ അഡ്വർടൈസ്മെന്റ് വന്നിട്ട് അവരുടെ അടുത്ത് ഫീസ് ചോദിക്കുമ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കാൻ കാണാൻ പറ്റും. കോണ്ടാക്ട് കൊണ്ട് നമ്പർ കൊടുക്കും, നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. നമ്മളെ സംബന്ധിച്ച് ടു ബി വെരി ഫ്രാങ്ക്, നെഗോസിയേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഉള്ളത് ഓപ്പണായി പറയാം, അല്ലെ? നെഗോസിയേഷന് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ. കാരണം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, നമുക്കൊന്നും ഒളിക്കാനില്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പറയാം, വീഡിയോയിൽ പറയാം, എന്താ പ്രശ്നം, നമുക്ക് ഫീസ് പറഞ്ഞിട്ട് അതൊരു ഇഷ്യൂസ് ഇല്ല, അല്ലെ? അതാണ് ശരി. എന്തിനാ ഇവിടെ വെറുതെ നമ്മൾ കുറെ തട്ടിപ്പും തരികടയൊക്കെ കാണിക്കുന്നത്? പല ആളുകളും ഈ തട്ടിപ്പും തരികടയൊക്കെ കാണിച്ചിട്ട് ഇന്ന് അവർക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞ പല വാക്കുകളും പാലിക്കാൻ പറ്റുന്നില്ല. അവർ എവറി 3 months 2 months ട്രേഡിംഗ് കാർണിവൽസ് കണ്ടക്ട് ചെയ്യാനും അതിന്റെ പിന്നാലെയാണ്, അല്ലെ? കോൺക്ലേവ്സിന്റെ പിന്നാലെയാണ്. ഈ കോൺക്ലേവ്സ് എന്താണ്? നമ്മൾ കാണുമ്പോൾ ഇവര് നാട്ടുകാരെ ഭയങ്കരമായിട്ട് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. നെവർ 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 അങ്ങനെയൊന്നല്ല അത്. അതായത് ഇവിടുത്തെ സകല ഫ്രോഡ് കമ്പനികൾ ഒന്നിച്ചു. മീൻസ് ഷാരിഖ്, മത്തായി, അങ്ങനെ കുറെ ആളുണ്ടല്ലോ. പിന്നെ ഒത്തിരി ആളുകൾ, എവറിബാഡി, എല്ലാവരും ഒരു 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 കൊടക്കീഴിലായി. എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഒരു 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 കോൺക്ലേവ് കണ്ടക്ട് ചെയ്യുന്നു. നിങ്ങളൊരു 1000, 2000, 3000 കൊടുത്ത് അവിടെ ജോയിൻ ചെയ്യുന്നു. കുറച്ച് നമ്പേഴ്സ് വരുന്നു. അപ്പൊ അതിന്റെ എക്സ്പെൻസ് അതിൽ നിന്ന് മീറ്റായി പോയി. നെക്സ്റ്റ് അവർക്ക് കിട്ടുന്ന ഒരു സാധനം നിങ്ങളുടെ കോണ്ടാക്ട്സ് ആണ്. വീട്ടിലെത്തിയ പാടെ വിളി വന്നു തുടങ്ങും. ഞങ്ങളുടെ അടുത്ത് ഇന്ന കോഴ്സ് ഓഫർ ഉണ്ട്, ഇന്ന കോഴ്സ് 25,000 ഓഫറാണ്, ഇപ്പോൾ ഏർലി ബേർഡ് ഓഫർ 50% ഡിസ്കൗണ്ട്, 75% ഡിസ്കൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ടെലികോളേഴ്സിനെ എടുത്തിട്ട് വിളിപ്പിക്കുകയാണ്. അവരുടെ ബിസിനസ് അതാണ്. എന്നിട്ട് ഉണ്ടാവണതോ, നിങ്ങൾ ഓക്കെ ഇയാൾ പറഞ്ഞ ശരിയാന്ന് വെച്ചിട്ട് പോയി ചാടും, ബിസിനസ് ചെയ്യാൻ ശ്രമിക്കും, കയ്യിലൊരു 10 ലക്ഷം ഉണ്ടാവും, അത് കളയും. അത് കളഞ്ഞതിന് ശേഷം പിന്നെ നോക്കാം, നമുക്ക് ഒരു 5 കൂടി അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് റിക്കവറി മോഡിൽ ട്രൈ ചെയ്യും, അതും പോവും. എൻഡ് ഓഫ് ദി ഡേ എന്താ അവിടെ സംഭവിക്കണേ? പറഞ്ഞ പോയിന് മനസ്സിലായോ? അതിൽ കാശ് മൊത്തം പോയി. നമ്മളിവിടെ ഇപ്പോ ഒരാൾ ജോയിൻ ചെയ്യാൻ വന്നു. നമ്മുടെ ഓപ്പറേഷൻസ് വളരെ സ്ട്രൈറ്റ് ആണ്. ഒരു 1 വീക്കോ 2 വീക്കോ ട്രയൽ കണ്ടക്ട് ചെയ്യാം, നമ്മൾ കൊടുക്കുന്ന അതേമാതിരി. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് 2 ആഴ്ച നമ്മളെ കൂടെ നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഓഫർ. അത് സാധിക്കുമോ നോക്കാം. സിമ്പിൾ അല്ലേ? അതിനുശേഷം അദ്ദേഹത്തിന് ഒരു 3 months പീരീഡ് ഉണ്ട്. ജസ്റ്റ് 5,000 വെച്ച് എല്ലാ മാസം അടച്ച് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് പോവാം. 3 months. താല്പര്യം ഉണ്ടെങ്കിൽ ട്രയൽ കഴിഞ്ഞിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ 3 months കഴിഞ്ഞാൽ ഒരു 25,000 rupees എൻറോൾമെന്റ് ചാർജ് അടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് 3 months കഴിഞ്ഞാൽ വീണ്ടും ഒരു 25 വരും. അപ്പൊ ടോട്ടൽ എൻറോൾമെന്റ് ചാർജസ് നമ്മൾ ചാർജ് ചെയ്യുന്ന 50,000 ആണ് ഫീസ്. 50,000 ആണ്. ചെറിയ ഫീസ് അല്ലേ? ഇന്ന് ഇവിടെ ഓപ്ഷൻസ് ചെയ്യുന്ന എല്ലാവരും നിർത്തി. അവരൊക്കെ ഇവിടെ നിന്ന് 1,000, 2,000, 300, 500, 10,000 കോഴ്സ് വിൽക്കുമ്പോ ടിപ്സ് എന്ന് പറയുന്ന ബിസിനസ് ഓപ്ഷൻ നിഫ്റ്റിയിൽ വി ആർ ചാർജിങ് 50,000 now. 2026 onwards we are charging 50,000 top in Kerala. ശേഷം എല്ലാ മാസം 5,000 വരും, അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ 10% വരും. ഏതാണോ വലുത് അത് ചാർജ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി ഇതെടുത്ത് ആരെങ്കിലും അങ്ങോട്ട് മറിച്ചും തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ അപ്പൊ തീരുകയും ചെയ്യും. ഇത്രയും ചങ്കുറപ്പോട് കൂടിയിട്ട് ഫീസ് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. വി ചാർജ് 50,000.
മനസ്സിലായി? 10% ഓഫ് 5,000 വിച്ച് എവർ ഈസ് ബിഗർ മന്ത്ലി. 2 ലക്ഷം റുപ്യ ഉണ്ടാക്കി 27 റുപ്യ മേടിക്കും, 5 ലക്ഷം ഉണ്ടാക്കി 50,000 റുപ്യ മേടിക്കും. കിട്ടിയേ പറ്റൂ, അതിൽ ഒരു സംശയമില്ല. അത് 40,000 ആക്കിയാ പിന്നെ ബിസിനസ് ഇല്ല, അത്ര തന്നെ. പൈസ മേടിക്കാൻ എന്തിനാ നമ്മള് മടിക്കണത്? നമ്മൾ കഷ്ടപ്പെട്ട് ഒരു സാധനം ചെയ്തിട്ട് ആ സാധനം മാർക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ പറയുന്ന വാല്യൂ മേടിക്കാൻ നമ്മൾ എന്തിനാ മടിക്കുന്നേ? മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് യെസ്. നമ്മൾ ചോദിച്ച സാധനം കിട്ടിയേ പറ്റൂ. ഈ കുട്ടിച്ചാത്തന്റെ ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ലേ? ആ കാര്യമൊക്കെ ഉഷാറായിട്ട് നടക്കൂ. പൈസ അവിടെ ഞാൻ പറയും, പൈസ വെച്ചില്ലെങ്കിൽ ചിറ്റി. സോ നമ്മളെ ചാർജ് എത്രയേ ഉള്ളൂ? വളരെ സിമ്പിളാണ്. ഒക്കെ ലാഭത്തിൽ നാട്ടാ. ട്രയൽ കാണിച്ചു തരും ആദ്യം, പൈസ ഒന്നുമില്ല. 2 ആഴ്ച വേണമെങ്കിൽ 2 ആഴ്ച, ഒരാഴ്ച വേണമെങ്കിൽ ഒരാഴ്ച, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കൂടണമെങ്കിൽ 3 മാസം, ഒരു 3 ലക്ഷം രൂപ ക്യാപിറ്റൽ ഒരാളെ സംബന്ധിച്ച് ഒരു 3 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5,000 റുപ്യ വരുള്ളൂ. 27 രൂപ എൻറോൾമെന്റ് ഫസ്റ്റ് ടൈം അടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 മാസം, അപ്പോൾ ടോട്ടൽ 6 മന്ത്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലാഭത്തിൽ നിന്ന് ഒരു 23 അടച്ചോ, അപ്പൊ 50 ആയി. അത് കഴിഞ്ഞ് ലാഭത്തിൽ നിന്ന് 5 അല്ലെങ്കിൽ 10%. ഒക്കെ ലാഭത്തിൽ നിന്നാണ്. അഡ്വാൻസ് ആയിട്ട് ഒന്നും മേടിക്കുന്നില്ല. ഇപ്പൊ ഒരാൾ ഓടി വരുമ്പോഴേക്കും ഞാൻ ട്രയൽ തരുന്നില്ല, ഞാൻ ഫീസ് വെച്ചാലേ തരുന്നുള്ളൂ. ഒന്നുമില്ല. നമ്മൾ ആദ്യം ഇങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ആർക്കാരും വിശ്വാസമില്ലെന്നേ. പണ്ടതൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിച്ചിരുന്നു. ഇപ്പൊ എല്ലാ ആളുകളും ഈ പരിപാടി ചെയ്ത് കുത്തുവാളായി. അപ്പൊ ആരും പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. അത് അവരെ കുഴപ്പമില്ല. അവർ പേഴ്സണലി മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്സ് ആണത്, പേഴ്സണൽ ഫീഡ്ബാക്സ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിത് പറയുമ്പോൾ ആളുകൾ ഇതിന്റെ അടിയിൽ തെറി വിളിക്കും, ചീത്ത വിളിക്കും. അവർ കുഴപ്പമില്ല, അതാരും പ്രോബ്ലം അല്ല. അവരുടെ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവര് ധരിച്ചു വെച്ചു എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ആർക്കും പറ്റൂല. അത് മണ്ടന്റെ ലക്ഷണമാണ്. അത് നിങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. ഇപ്പൊ എനിക്ക് പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന പല കാര്യങ്ങളും എനിക്ക് പറ്റണമെന്നില്ല. ഞാനൊരു പർട്ടിക്കുലർ സാധനത്തിൽ വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്റെ ഫീൽഡ് ഇതാണ്, ഇതിൽ ഞാൻ ഓക്കെ. നിങ്ങളുടെ ഫീൽഡ് വേറെ ആയിരിക്കും, എനിക്ക് പറ്റില്ല. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്ന കലാകാരനായിരിക്കും, നിന്ന പിന്നെ ആളിലേക്ക് വരച്ചു കളയും. എനിക്ക് പറ്റില്ല. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് അറിയും കൂടിയില്ല. അത് ഏതൊരു സാധനത്തിന് ഇങ്ങനെ ആക്കാൻ എനിക്കറിയില്ല. എനിക്കറിയുന്ന ബിസിനസ് ഇതാണ്, അവിടെ എനിക്കറിയാം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്കറിയുന്ന ലക്ഷക്കണക്കിന് കാര്യങ്ങളുള്ളിടത്ത് എനിക്കറിയുന്ന 1-2 കാര്യം ഉണ്ടാവുള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പൊ എല്ലാം അറിയാം. ഞാൻ ജേക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല, എനിക്കറിയില്ല. അപ്പോ ഞാൻ അറിയുന്ന മേഖലയിൽ നിങ്ങൾ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അത് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാത്ത മേഖലയായിരിക്കാം. അതുകൊണ്ടാണല്ലോ 50,000 ഫീസ് ചാർജ് ചെയ്യാൻ ആണ് എന്റെ ചാർജ് എന്നും പറഞ്ഞ് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഈ വീഡിയോയിലും സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ ഇവരെ മാതിരി നിങ്ങൾ വിളിക്കുക, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. 50,000 ആണ് ഞാൻ മേടിക്കുന്നത്, ഞാനൊരു 15,000 തരാൻ പറയില്ലേ? നോ 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 വി ചാർജ് 50,000. അപ്പൊ നമ്മൾ ഇത്രയും ഇതൊക്കെ ആയിട്ട് പറയുമ്പോൾ വരിക, ഒന്ന് ട്രയൽ എടുത്ത് നോക്കുക. സീറ്റ്സ് ലിമിറ്റഡ് ആണ്. എന്നിട്ട് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ നോക്കുക. മീൻസ് ഞാൻ ഈ പറഞ്ഞ സബ്സ്റ്റൻസ് ഉണ്ടോ നോക്കുക. നിങ്ങൾക്ക് ഇതിൽ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് നിങ്ങൾ പൈസ കൊണ്ട് ചെയ്യേണ്ട, നിങ്ങൾ ചുമ്മാ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കൂ. ഞാൻ ഈ പറയുന്ന വാല്യൂ ഒക്കെ വെച്ചിട്ട് മാർക്കറ്റിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, എന്താണ് അതിന്റെ കാരണം. നടക്കൂല്ല. നമുക്ക് നമ്മളിവിടെ പഠിപ്പിക്കാന്നല്ല പറയുന്നത്. പിന്നെ ഇത് കണ്ട് പഠിക്കാം എന്ന് വിചാരിച്ച ആരെങ്കിലും വന്നാൽ ഇതിനൊന്നും പഠിക്കാൻ പറ്റില്ല. ഇതിലെ ടൈം ഫ്രെയിം ഇല്ല. ഈ സിസ്റ്റത്തില് ടൈം ഫ്രെയിം ഇല്ല. അതുപോലെ തന്നെ സ്പോട്ട് നമ്പേഴ്സ് ഇല്ല, നിഫ്റ്റിയുടെ വാല്യൂസ് ഇല്ല, ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് വാല്യൂസ് ഇല്ല, ഒന്നുമില്ല. ഇതിലാകെ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരും. അത് CO or PO സ്ട്രൈക്ക് തരും, പ്രീമിയത്തിന്റെ വില വരും, അതിന്റെ സ്റ്റോപ്പ് ലോസ് തരും. അത് കുറച്ച് മുമ്പേ തരും. എടുക്കേണ്ട സമയമാകുമ്പോൾ അത് ഓക്കെ ആക്റ്റീവ് ആണ്, അത് നിങ്ങൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചോളാൻ പറയും. പിന്നെ ടൈം ഫ്രെയിം ഒന്നും ഇല്ല ഇവിടെ. നമ്മൾ ലിമിറ്റ് ഇട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ എടുത്തിട്ട് അത് ലിമിറ്റ് ഇട്ട് പഞ്ച് ചെയ്ത് വെക്കലാണ്. അല്ലാണ്ട് പിന്നെ സമയം കഴിയട്ടെ നോക്കട്ടെ ഒന്നുമില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ജസ്റ്റ് നിങ്ങൾ ചാടിച്ചിരിക്കുകയും കളിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിടലായിരിക്കും. വാട്സാപ്പിൽ മെസ്സേജ് ഒന്നും എടുക്കുക, സാധനം വെയിറ്റ് ആണ്, അപ്പൊ ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ എടുത്തിട്ടു ആക്റ്റീവ് എന്ന് പറഞ്ഞു, നേരെ എടുത്തു. പ്രൈസ് ഉണ്ടാവും, ബൈ പ്രൈസ് ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അപ്പൊ ഒരു ബ്രാക്കറ്റ് ഓർഡറിൽ എല്ലാം ഇട്ട് വെച്ചു. ടാർഗറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ
ഒരു ടാർഗറ്റ്, നിങ്ങളൊരു ഒരു ഒരു ടാർഗറ്റ് ജസ്റ്റ് ഒരു ഇതിനിട്ട് വെച്ചു, ഒരു ടാർഗറ്റ് ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒറിജിനൽ ടാർഗറ്റ് പറയും. അപ്പോൾ ടാർഗറ്റ് എഡിറ്റ് ചെയ്തിടുക. പിന്നെ ചിലപ്പോൾ കുറച്ച് പോകുമ്പോൾ ചിലപ്പോൾ എക്സിറ്റ് പറയും. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് സിസ്റ്റം കട്ട് ചെയ്ത് കളയാം. കലാസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാർഗറ്റ് പോകും. ഇത്രയുള്ളൂന്ന്. അതായത് നിങ്ങൾ എന്ത് ജോലി ചെയ്യണ ഒരാൾക്കും, ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കും വാട്സാപ്പിൽ റേഞ്ച് ഉണ്ടോ, ഓക്കെ, യു ക്യാൻ ഡു ദാറ്റ്. അല്ലാതെ നിങ്ങൾ സമയം നോക്കണ്ട, ടാബിൽ ഗ്രാഫ് നോക്കണ്ട, ഒന്നും വേണ്ട. നമ്മൾ എന്തിനാണോ ഈ ഒരു സ്പേസിലേക്കാണ് നമ്മൾ ഇത്രയും അധികം വർക്ക് ചെയ്തത്, സ്പെഷ്യലി ഓൺ നിഫ്റ്റി സൈഡ്. വി റീച്ച് ദേർ. ഭഗവാൻ വലിയവനാ, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമ്മളെ ഫീസ് പറയും, നമ്മളെ കാര്യങ്ങൾ പറയും, എല്ലാം വളരെ ഓപ്പൺ ആയിട്ട്. നമുക്കിവിടെ ഒരു സാധനത്തിനും ഒരു 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 എന്താ സ്മോക്ക് സ്ക്രീനോ മറയോ ഒന്നുമില്ല. ഫുൾ ഓപ്പൺ ആണ്. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ദെൻ ബൈ. അപ്പോൾ ഫീസ് ചോദിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലായി, നമ്മളെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് വരാം, ചെക്ക് ചെയ്യാം, എല്ലാ സാധനങ്ങളും ഉണ്ടാവും, യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ഫീസ് വരുമ്പോൾ ക്യാപിറ്റൽ കുറച്ചുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മുതലാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം, നോ പ്രോബ്ലം. നമ്മൾ 50,000 മിനിമം ക്യാപിറ്റൽ പറയുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നമ്മളെ ചാർജസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ പടയ്ക്കാണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് പ്രശ്നമില്ലെന്നേ. നിങ്ങളൊരു 50 കുറച്ചോ കൊണ്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിലൊരു വിശ്വാസം വന്നാൽ നിങ്ങൾ നേരെ കയ്യുമുള്ള ഗോൾഡ് എന്തെങ്കിലും കൂരി പണയം വെച്ചിട്ടാ വിറ്റിട്ടാ കാശും കൊണ്ടുവരും. കാരണം ഇത് വർക്ക് ചെയ്യുന്ന സാധനമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ പൈസ ഇപ്പോഴത്തെ കാര്യത്തിൽ ബുദ്ധിമുട്ടല്ലല്ലോ. എന്തെങ്കിലും 2 പീസ് എടുത്ത് വിറ്റാൽ കാശുണ്ട്. സോ ദാറ്റ് സിമ്പിൾ. ഓക്കെ ദെൻ ബൈ.